ഒരു ബിസിനസ് നമ്മൾ ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മൾ ബീഹാറിലേക്ക് പോകുന്നു. ഇതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് പോകുന്നു, സിംഗപ്പൂരേക്ക് പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് ഒരു ബ്രാൻഡിനെ കൊണ്ടുപോകും. അതായത് അതിൻ്റെ സിമ്പിളായ അർത്ഥത്തിൽ നമുക്കൊരു ലോക്കലായിട്ടുള്ള ഒരു ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ പൊസിഷനിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു ബ്രാൻഡിനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. സോ ഇവിടെയൊക്കെ നിരന്തരമായി നടക്കുന്ന ചില തന്ത്രങ്ങൾ, ചില കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ക്രോസ് കൾച്ചറൽ മാർക്കറ്റിംഗ് ആണ്. ഈ ക്രോസ് കൾച്ചറൽ നമ്മളെപ്പോഴും ഈ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ആ സൊസൈറ്റിയുടെ കൾച്ചറിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും മലയാളി ബിസിനസ്സുകാരെ കൾച്ചറൽ ആസ്പെക്ട്സിനെ വളരെ കുറച്ച് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം. ഈ 20-ാം നൂറ്റാണ്ടിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്ത് യൂറോപ്പിൽ നിന്നുള്ള ലോകരാജ്യത്ത്, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള കമ്പനികൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ യൂറോപ്യൻ കൺട്രികളും അമേരിക്കയും അവരുടെ സോഫ്റ്റ് പവർ വളരെ കൃത്യമായി ലോകത്തങ്ങോളം ഇങ്ങോളം എത്തിച്ചു എന്നുള്ളതാണ്. ഈ ഹോളിവുഡ് സിനിമയിലൂടെയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ക്രോസ് കൾച്ചറലായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് നടന്നിട്ടുള്ളത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി കോമൺവെൽത്ത് രാജ്യങ്ങളിലുണ്ടായതോടുകൂടി ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ബ്രാൻഡുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് നമുക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ബ്രാൻഡും മുകളിലേക്ക് പോകും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട തിയറികൾ ഇതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബിസിനസ് കമ്മ്യൂണിറ്റികളോ നമ്മളുടെ ഗവൺമെൻറ്റുകളോ ഒരു കാലഘട്ടത്തിലും നമ്മുടെ സോഫ്റ്റ് പവർ ലോകത്തങ്ങോളം ഇങ്ങോളം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അതിന് വേണ്ട തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സർക്കാരുകൾ പല ഘട്ടത്തിലും ചെയ്യുന്നില്ല. ഇപ്പം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് കേരളം നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കലകളെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സിനിമകളെ ലോകത്ത് കൊണ്ടുപോകുന്ന ആ സിനിമകളിലൂടെ നമുക്ക് ലോകത്തുള്ള മറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്രോസ് കൾച്ചറൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഫ്രം എ ബ്രാൻഡ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ സോഫ്റ്റ് പവർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വലിയ പവർ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഒക്കെ വേണ്ട, വളരെ കൃത്യമായി ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള 500ഓളം സ്റ്റോറുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മലബാർ ഗോൾഡിൻ്റെ ഒരു മലബാർ ഗോൾഡ് എന്ത് ചെയ്തു എന്ന് പുറത്ത് നിന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ ഒരു മെത്തഡോളജി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. സോ മലബാർ വളരെ കൃത്യമായി ചെയ്തിരുന്നൊരു കാര്യം, അവർ കേരളത്തിൽ ആദ്യമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ മോഹൻലാലിനെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്നുണ്ട്. ഈ മോഹൻലാലിനെ ബ്രാൻഡ് അംബാസഡർ ആക്കി അവർ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തമന്നയെയും കാർത്തികിനെയും ഒക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്നുണ്ട്. അവർ തെലുങ്കാനയിലേക്ക് പോകുമ്പോൾ തെലുങ്കാനയിലേക്ക് എത്തിയ സമയത്ത് അവർ ജൂനിയർ എൻ ടി ആറിനെയൊക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്നു. പിന്നീട് ഒരു ഹിന്ദി ബെൽറ്റിലേക്ക് എൻട്രി ചെയ്യുന്നതോടുകൂടി അവർ ഹിന്ദി താരങ്ങളെ ബോളിവുഡിൽ നിന്ന് അനിൽ കപൂറിനെയും കരീന കപൂറിനെയും ഒക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കിക്കൊണ്ട് മാറുന്നു. പിന്നെ അവർ ചെയ്തൊരു കാര്യം, ഈ ബ്രാൻഡ് അംബാസഡറിലൂടെ ഇവർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത് ഒരു ക്രോസ് കൾച്ചറൽ അലൈൻമെൻറ്റാണ്. കേരളത്തിൽ മോഹൻലാലിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അസോസിയേഷൻ ബിൽഡ് ചെയ്യും, തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ കാർത്തികിലൂടെ അത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത ഒരു ക്രോസ് കൾച്ചറൽ അലൈൻമെൻറ്റ് അവരുടെ കൾച്ചറിലേക്ക് ഇറങ്ങി നിൽക്കാൻ ആർക്ക് പറ്റി? ഈ മലബാർ ഗോൾഡ് എന്നുള്ള ബ്രാൻഡിന് പറ്റിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് മലബാർ ഗോൾഡ് നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിൻ. എനിക്കൊന്ന് കഴിഞ്ഞ 10-25 വർഷമായി ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ പോലൊരു ക്യാമ്പയിൻ അവർ നടത്തണം. ഈ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല കൾച്ചറുകളെയും അവരുടെ ഓർണമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയെ സംബന്ധിച്ച് കല്യാണ സീസണാണ്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ കൾച്ചറുകളുടെ കല്യാണങ്ങളെ അവരുടെ ഒരു കോഫി ടേബിൾ ബുക്കാക്കി ഇറക്കുകയും അതിന് എല്ലാ വർഷവും നിരന്തരമായി ബ്രൈഡൽ സീസൺ മുമ്പ് ഒരു ക്യാമ്പയിൻ ഇറക്കുകയും ചെയ്യുന്നതോടുകൂടി ഗുജറാത്തി കല്യാണങ്ങളും രാജസ്ഥാനി കല്യാണങ്ങളും മാർവാടി കല്യാണങ്ങളും ഹിന്ദു കല്യാണങ്ങളും ക്രിസ്ത്യൻ കല്യാണങ്ങളുമൊക്കെ
കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യുന്നതിലൂടെ അവരൊരു ക്രോസ് കൾച്ചറൽ അലൈൻമെൻറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പം ഞാനതിനെ ഒരു കസ്റ്റമറുടെ ആംഗിൾ നോക്കുമ്പോൾ ഗുജറാത്തിലെത്തിയിരിക്കുന്ന ഏതോ ഒരു ബ്രാൻഡ്, മലബാർ എന്ന് പറയുന്നത് ഏതോ ഒരു ബ്രാൻഡായിരുന്നു ഒരു കാലത്ത്. ഗുജറാത്തിലേക്ക് നോക്കുമ്പോൾ ഗുജറാത്തുകാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരു കോഫി ടേബിൾ എഴുതി തരാൻ മാത്രം പക്വതയുള്ള ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിനോട് എനിക്കുള്ള ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് കൾച്ചറൽ ബിൽഡിങ്ങിനുള്ള മെത്തഡോളജി വളരെ കൃത്യമായിട്ട് മലബാർ പോലൊരു ബ്രാൻഡ് യൂസ് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് യൂറോപ്പിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും രണ്ടാമത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്, ഈ മലബാർ ഗോൾഡിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡയസ്പോറ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള NRK ഫോർമാറ്റിലേക്ക് ആദ്യം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. NRK ഫോർമാറ്റ് ഇതേപോലെ അവരവിടെ പോയ സ്ഥലങ്ങളിലെ പ്രമുഖരുമായ ഒരു അസോസിയേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് വലിയ ബിസിനസ് കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ പോയ സ്ഥലത്തെ ബിസിനസ് പ്രമുഖരുമായും അത്തരം ആളുകളുമായും ഇവരൊരു അസോസിയേഷൻ ആദ്യമേ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് മാർക്കറ്റിങ്ങിൽ പറയുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റേഷനിലൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ എളുപ്പമാണ്. ഈ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നു. നമ്മളിൽ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വലിയ തടാകം ഉണ്ടെങ്കിൽ ആ തടാകത്തിൽ മൊത്തമായിട്ട് നീലം കലർത്താൻ നോക്കും. പക്ഷേ ആ തടാകത്തിൻ്റെ ഒരു ഭാഗത്ത് നീലം കലർത്തിയാൽ അത് ആ തടാകം മൊത്തം പടരുമെങ്കിൽ ആ ഭാഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. സോ NRKസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു സെഗ്മെൻറ്റൈസ് ചെയ്യുന്നു. ആ സെഗ്മെൻറ്റേഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവരങ്ങനെ ആ മാർക്കറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന മെല്ലെ വളരെ കൃത്യമായി സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതോടുകൂടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്കാരെ മൊത്തം മലബാർ അറിയുന്നതോടുകൂടി ഇന്ത്യ ഡയസ്പൊറ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യാം, മലബാർ ഗോൾഡിന് പോകാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ മലബാർ ഗോൾഡിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡയസ്പൊറ സെറ്റിൽ ചെയ്തിരിക്കുന്ന ലോകരാജ്യങ്ങളിലായിരിക്കും മലബാർ ഗോൾഡിൽ ഉണ്ടാവുക. അതിൻ്റെ ഒരു കാരണം ഇന്ത്യൻ ഡയസ്പൊറ ഗോൾഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതാവും കൂടി ആവാം. അപ്പം ഇത്തരത്തിൽ ഒരു സെഗ്മെൻറ്റേഷൻ ചെയ്യുകയും ആ സെഗ്മെൻറ്റേഷനിൽ നിന്ന് മാത്രമേ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളൊരു പുതിയ റീജിയനിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇനി നിങ്ങളൊരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പലരും മിസ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ ഇവിടെ കേരളത്തിൽ വിൽക്കുന്ന ഒരു സാധനം, ഞാനിപ്പോൾ അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കോഴിക്കോട് വിൽക്കുന്ന ഒരു സാധനം കോട്ടയത്ത് വിൽക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതേ രൂപത്തിൽ കോഴിക്കോടൻ ബിരിയാണി അതേപോലെ കൊണ്ടുപോയി കോട്ടയം ബിരിയാണിക്ക് കോട്ടയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കോട്ടയംകാരൻ്റെ ടേസ്റ്റ് പാലറ്റുമായിട്ട് അത് മർജാവും എന്ന് പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് കിട്ടുന്ന മട്ടൻ ചാപ്സ് അതേ ഫോർമാറ്റിൽ കോഴിക്കോടെന്ന് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ അതായത് നിങ്ങളൊരു പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ മാർക്കറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങളെ തന്നെ മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ SKUs അതിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനെ മാറ്റേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റുമെങ്കിൽ ലീൻ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു പുതിയ മാർക്കറ്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ ഒരു ലീൻ SKUലേക്ക് ഒരു ലീൻ പ്രൊഡക്റ്റ് മാതൃകയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കണം. സോ ഈ 3 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റിയാൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു റീജിയനിൽ നിന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് വേറൊരു മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നെസ്കഫെ പണ്ടൊരിക്കൽ ഇതേപോലെ ജപ്പാനിലേക്ക്, ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കോഫി കമ്പനിയായ നെസ്കഫെ ജപ്പാനിലേക്ക് 1960കളിൽ കയറാൻ പോകുന്നുണ്ട്. അന്ന് അവരൊരു വലിയ മാർക്കറ്റ് സെർച്ച് ജപ്പാനിൽ നടത്തി. അപ്പോൾ അവർ മനസ്സിലാക്കി കോഫി ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ത്രൂ ഔട്ട് ജപ്പാൻ ശരിക്കും പറഞ്ഞാൽ നെസ്കഫെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിങ്ങിന് ശേഷം നെസ്കഫെ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം കോഫി ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇതാ ഭയങ്കര വലിയൊരു മാർക്കറ്റ് ഉണ്ട്, ബിക്കോസ് ദർ ഇസ് നോ പ്ലെയർ. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നെസ്കഫെ ആക്ച്വലി 1960കളിൽ ജപ്പാനിലേക്ക് പോകുന്നത്. വലിയ അഡ്വർടൈസിങ് സ്പെൻഡോടുകൂടി വലിയ ഹ്യൂജ് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നെസ്കഫെ മുന്നോട്ട് വരുന്നത്. പക്ഷേ അതിഗംഭീരമായി 8 നിലയിൽ നെസ്കഫെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടി ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം നടത്തിയൊരു പഠനത്തിൽ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ജപ്പാൻ്റെ കൾച്ചറിൽ കോഫിയില്ല. ജപ്പാൻ വാസ് പ്രൈമർലി എ ടീ ഡ്രിങ്കിങ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമാണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് പോകുന്ന ആ സ്ഥലത്ത് ആ കൾച്ചറിൽ ആ പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിനി എന്ത് പരസ്യം കൊടുത്താലും നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് എടുത്താലും നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നീട് എന്താണ് നെസ്കഫെ ചെയ്തത് എന്ന് കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങളുടെ ഞാനിപ്പോൾ പറഞ്ഞ 4 പോയിൻറ്റുകൾ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ നെസ്കഫെ പിന്നീട് ഒരു തീരുമാനം എടുക്കുന്നു. അവർ കോഫി ക്യാൻഡി മാർക്കറ്റിൽ ഇറക്കുന്നു.
കോഫി ക്യാൻഡി മാർക്കറ്റിൽ ഇറക്കുകയും കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്തിട്ടാണ് അങ്ങനെ 20 വർഷം വെയിറ്റ് ചെയ്യുകയും ഈ കുട്ടികൾ വലുതായ ഒരു കാലത്ത് ഒരു കോഫി കൾച്ചർ ജപ്പാനിലുണ്ടാവുകയും ആ കോഫി കൾച്ചർ ഉണ്ടായ കാലത്ത് വീണ്ടും നെസ്കഫെ ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കോഫി കൾച്ചർ കമ്പനിയാണ്, കോഫി ഡ്രിങ്കിങ് കമ്മ്യൂണിറ്റിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, ഏത് പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ആ മാർക്കറ്റിൻ്റെ കൾച്ചറൽ ഹെജിമണിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കൾച്ചറിലേക്കും കമ്പനിയുടെ ഓർഗനൈസേഷണൽ കൾച്ചറിലേക്കും കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരു റീജിയനെ ഓവർകം ചെയ്ത് വേറൊരു മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല.